ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7.3 സെക്ഷൻ എൽ പി ഈസ് കംപ്ലീറ്റ് ദ റീസ് ഫിഷർ തിയറം എന്ന സെക്ഷനാണ്. അപ്പം എൽ പി സ്പേസസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. അപ്പം ഇനി എൽ പി സ്പേസ് കംപ്ലീറ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറയണമെങ്കിൽ എന്താ, ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻ്റ് ആവണം. അപ്പോൾ എൽ പി സ്പേസിൽ കോഷി സീക്വൻസ് എന്താ, കൺവേർജൻ്റ് എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആണ് എന്നുള്ള കാര്യം പറയണം. ഓക്കെ, നോക്കാം. ഡെഫിനിഷൻ: എ സീക്വൻസ് എഫ് എൻ ഇൻ ലീനിയർ സ്പേസ് എക്സ് ദാറ്റ് ഇസ് നോംഡ് ബൈ നോം. അപ്പം എക്സ് ഇങ്ങനെ ഒരു നോംഡ് സ്പേസ് നമുക്കുണ്ട്. ഈ നോംഡ് സ്പേസിലെ ഒരു സീക്വൻസ് ആണ് എഫ് എൻ. എഫ് എൻ എന്ന് പറയുന്നത് ഈ സെറ്റ് ടു കൺവേർജ് ടു എഫ് ഇൻ എക്സ്. എഫ് എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്നെങ്ങനെയാണ് പറയുക? ലിമിറ്റ് n tends to infinity norm of f minus fn equal to 0. നമ്മൾ യൂഷ്വലി ആറിൽ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ അവിടെ മോഡുലസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇവിടെ നോം എടുത്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ലിമിറ്റ് n tends to infinity മോഡ് എ എൻ മൈനസ് എ നമ്മൾ പറയാറില്ലേ, സീക്വൻസിൻ്റെ കൺവേർജസ് ടു 0. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് നമ്മൾ സീക്വൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ എക്സ് എന്ന് എഴുതും. ഓർ ലിമിറ്റ് n tends to infinity എഫ് എൻ ഈക്വൽ ടു എഫ് ഇൻ എക്സ് എന്ന് എഴുതും. ടു മീൻ ദാറ്റ് ഈച്ച് എഫ് എൻ ആൻഡ് എഫ് ബിലോങ്സ് ടു എക്സ് ആൻഡ് ലിമിറ്റ് n tends to infinity നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഈക്വൽ ടു 0. അതും കൂടി ഉണ്ട്. എഫ് എന്ന് പറയുന്നത് എക്സിൽ കൺവേർജൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ബിലോങ്സ് ടു എക്സും കൂടി ആയിരിക്കണം. കൂടാതെ നോം ഓഫ് എഫ് എൻ മൈനസ് എഫിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു ഇത് റിയൽ നമ്പർ സീക്വൻസ് ആണ്. നോം എന്ന് പറയുന്നത് റിയൽ ആണ്. അപ്പോൾ ഈ റിയൽ നമ്പർ സീക്വൻസ് 0ലോട്ട് കൺവേർജ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എഫ് എൻ ഒരു സീക്വൻസ് എടുത്തു, അത് എഫ് എന്ന് പറയുന്നതിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എഫ് എക്സിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്ന റിയൽ സീക്വൻസ് 0ലോട്ട് കൺവേർജ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൺവേർജൻ്റ് എഫ് എൻ എഫിലോട്ട് കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, എന്താ ഈ നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് അപ്പം ഫോർ എ സീക്വൻസ് എഫ് എൻ എ ഫംഗ്ഷൻ എഫ് ഇൻ എൽ പി ഓഫ് ഇ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ എൽ പി ഓഫ് ഇ. എപ്പോഴാണ് എൽ പി ഓഫ് ഇയിൽ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക? ലിമിറ്റ് അവിടുത്തെ നോം എന്താ, n tends to infinity, അതായത് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് പി ഈക്വൽ ടു 0 ആവണം അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity നോം ഓഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് ഹോൾ റൈസ് ടു പി ഹോൾ റൈസ് ടു 1/p ഈക്വൽ ടു 0. ഹോൾ റൈസ് ടു 1/p എടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് 0 ആവണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് 0 ആവണം. അതുകൊണ്ട് തന്നെ നമുക്കത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് n tends to infinity ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എൻ മൈനസ് എഫ് റൈസ് ടു പി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മതി. എൽ പി ഓഫ് ഇയിൽ കൺവേർജൻസിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, അതായത് അവിടുത്തെ നോം വെച്ചിട്ട് തന്നെ സ്പെസിഫൈ ചെയ്ത് പറയാം. ഇതുപോലെ തന്നെയാണ് മറ്റേതൊരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്താലും. ഇപ്പോൾ സി എ ബി എന്ന് പറയുന്ന ഒരു സ്പേസ് എടുത്തു, അവിടെ എഫ് എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നോം മാക്സിമം നോമാണ് നമ്മൾ വരുത്ത റെസ്പെക്റ്റ് എടുക്കുക. ആ മാക്സിമം നോമിൽ ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അതുപോലെ എൽ ഇൻഫിനിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ എസെൻഷ്യൽ അപ്പർ ബൗണ്ട് വരുന്ന കേസാണ്. അപ്പോൾ എൽ ഇൻഫിനിറ്റിയിൽ നോം ഇൻഫിനിറ്റിയിൽ ഇത് കൺവേർജൻ്റ് എഫ് എൻ കൺവേർജസ് ടു എൽ ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എൻ മൈനസ് എഫ് യൂണിഫോംലി ഓൺ കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ് ഓഫ് മെഷേഴ്സ് 0. ഇതൊക്കെ നമുക്ക് അവിടുത്തെ നോം വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ ഈ നോമിനെ പറ്റി പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷനുണ്ട്, എക്സാമ്പിൾസ് നമുക്ക് പറയുന്നുണ്ട്. ഫസ്റ്റിൽ സെക്ഷൻ 7.1 ആ എക്സാമ്പിൾസിൽ ഈ നോംസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എൽ പി എഫ് ഇ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എൽ ഇൻഫിനിറ്റി ഉണ്ട്, സി എ ബി ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നോം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഡെഫിനിഷൻ: a sequence fn in linear space x that is normed by norm is said to be Cauchy in x provided for each epsilon greater than 0 there is a natural number n such that norm of fn minus f less than epsilon for all mn greater than or equal to n.
ഇനി ഒരു നോംഡ് സ്പേസിൽ നമുക്കൊരു കോഷി സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്നു. മോഡ് എഫ് എൻ മൈനസ് എഫ് റിയൽ നമ്പറിൽ അല്ലേ, അല്ലെങ്കിൽ മോഡ് എ എൻ മൈനസ് എ എം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മോഡ് എ എൻ മൈനസ് എ എം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇതായിരുന്നു നമ്മൾ കോഷി സീക്വൻസ് റിയൽ നമ്പറിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എൻ എന്ന് പറയുന്നത് ഒരു നോംഡ് സ്പേസ് എക്സിൽ എടുത്താൽ അത് കോഷി സീക്വൻസ് ആണെന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? We can find an n such that for all n m greater than or equal to n, norm of fn minus fm less than epsilon എന്ന് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇത് കോഷിയാണ് എന്ന് പറയും. അത് ഇനി കംപ്ലീറ്റ് ആണ് എന്ന് എപ്പോഴാണ് പറയുക? ഒരു നോംഡ് ലീനിയർ സ്പേസ് എക്സ് ഇസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് പ്രൊവൈഡഡ് എവറി കോഷി സീക്വൻസ് ഇൻ എക്സ് കൺവേർജസ് ടു എ ഫംഗ്ഷൻ ഇൻ എക്സ്. അപ്പോൾ ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻറ്റ് ഇൻ എക്സ് ആണെങ്കിൽ ആ സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയും. എ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസസിനെ പറയുന്ന പേരാണ് ബനാക് സ്പേസ്. ഇത് ഫംഗ്ഷനിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് സെമിസ്റ്ററുകളിൽ. അപ്പോൾ കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസിനെയാണ് ബനാക് സ്പേസ് എന്ന് പറയുക. അപ്പോൾ ബനാക് സ്പേസിൽ ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് കൺവേർജൻ്റ് ആയിരിക്കും. അതിന് കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് പ്രപ്പോസിഷൻ. എക്സ് ബി എ നോംഡ് ലീനിയർ സ്പേസ് ദെൻ എവറി കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എക്സ് ഈസ് കോഷി. ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എക്സ് എടുത്തു കഴിഞ്ഞാലും അത് കോഷി സീക്വൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കോഷി കൺവേർജൻ്റ് ആവണമെന്നില്ല, അതാവ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പേസിൽ. നമ്മുടെ റിയൽ നമ്പേഴ്സിൽ അത് കോഷി കൺവേർജൻ്റ് തന്നെയായിരുന്നു, കൺവേർജൻ്റ് കോഷി ആയിരുന്നു, കാരണം അത് കംപ്ലീറ്റ് ആണ്. അപ്പം ഒരു നോംഡ് ലീനിയർ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ് കോഷി സീക്വൻസ് ഒക്കെ കൺവേർജൻ്റ് ആവുക. അതേസമയം കൺവേർജൻറ്റ് സീക്വൻസുകളൊക്കെ കോഷി ആയിരിക്കും. മോർ ഓവർ പക്ഷേ കോഷി സീക്വൻസ് ഇൻ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് കൺവേർജസ് ഇഫ് എപ്പം ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ്. അപ്പോൾ ഒരു കോഷി സീക്വൻസ് കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടെങ്കിൽ അത് കൺവേർജ് ചെയ്യും. ഒരു സബ് സീക്വൻസ് എങ്കിലും കൺവേർജ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് കൺവേർജ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം. ലെറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ എക്സ്. എഫ് എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണിക്കേണ്ടത് എഫ് എൻ കോഷിയാണ് എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം എഫ് എൻ കോഷിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നോം എഫ് എൻ മൈനസ് എഫ് അല്ലേ, ദർ എക്സിസ്റ്റ് എൻ എൻ സച്ച് ദാറ്റ് for all n m greater than or equal to n, norm of fn minus fm less than epsilon എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ എപ്സിലോൺ ചൂസ് ചെയ്തു. എഫ് എൻ എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എമ്മിനെ എങ്ങനെ എഴുതാം? നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് എഫ് മൈനസ് എഫ് എം എന്ന് എഴുതാം അല്ലേ. ഒരു എഫിനെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് എൻ മൈനസ് എഫ് പ്ലസ് നോം എഫ് എം മൈനസ് എഫ്. ഇനി എഫ് എൻ എഫിലോട്ട് കൺവേർജൻ്റ് ആണ്. അപ്പം തന്നെ നമുക്ക് എന്ത് പറയാം? ദർ എക്സിസ്റ്റ് എൻ എൻ വൺ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ വൺ മോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ. വേണം എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. ഇനി തിരിച്ച് അതുപോലെ എഫ് എമ്മും ഇത് ബാധകമാണ്. അപ്പോൾ ഫോർ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇത് എന്നും എമ്മും ഒക്കെ സെയിം തന്നെയാണ്, ഇൻഡെക്സ് എന്നുള്ള ഒരു ചേഞ്ച് തന്നെ ഉള്ളൂ, അല്ലാതെ സീക്വൻസ് ഒന്നും മാറില്ല. അപ്പോൾ ഏതായാലും ഓക്കെ, എഫ് എം മൈനസ് എഫ് എൻ ലെസ് ദാൻ എഫ് നോം എഫ് എം മൈനസ് എഫ് എന്നും, അതായത് ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നമുക്ക് അങ്ങനെ പറയാം. കൺവേർജൻ്റ് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റൻ എന്നിനും എമ്മിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആകുമ്പം എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. നോം ഓഫ് എഫ് എൻ മൈനസ് എഫും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇത് ഫോർ ഓൾ എം ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ നമുക്ക് എന്ത് പറയാം? നോം എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ. അപ്പം എഫ് എൻ ഈസ് കോഷി. അപ്പം കൺവേർജൻറ്റ് സീക്വൻസ് ആണ് കോഷിയാന്ന് പറയാൻ എളുപ്പമാണ്. അവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ എഫ് എൻ മൈനസ് എഫ് നോം എഫ് എൻ മൈനസ് എഫ്
ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ.എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് കൊടുത്താൽ. ഇനി തിരിച്ച് നമുക്ക് എഫ് എൻ ഒരു കോഷി സീക്വൻസ് ആണ്, അതിനൊരു കൺവേർജൻ സബ് സീക്വൻസ് എഫ് എൻ കെ ഉണ്ട് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് എൻ കെ കൺവേർജൻ സബ് സീക്വൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് എൻ കൺവേർജൻ്റ് ആണെന്നാണ് പറയേണ്ടത്. അപ്പം എഫ് എൻ കെ കൺവേർജൻ സബ് സീക്വൻസ് ആണ് അല്ലേ, എഫ് എൻ കെ കൺവേർജൻ്റ് ആണ്. അപ്പോൾ അത് കൺവേർജ് ചെയ്യുന്നത് എഫിലോട്ടാണെന്ന് വിചാരിക്കുക. ലെറ്റ് എഫ് ആണ് അതിൻ്റെ ലിമിറ്റായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എഫ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു, എഫ് എൻ എന്ന് പറഞ്ഞ സീക്വൻസും എഫിലോട്ട് തന്നെ കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണിക്കാൻ പോവാണ്. അപ്പം ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. എഫ് എൻ കോഷി സീക്വൻസ് ആണ്. സോ നമുക്കൊരു n ചൂസ് ചെയ്യാൻ പറ്റും സച്ച് ദാറ്റ് നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ.എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇനി എഫ് എൻ കെ എന്ന് പറയുന്ന സബ് സീക്വൻസ് കൺവേർജസ് ടു എഫ് ആണ്. അപ്പോൾ നമുക്കൊരു വി മേ ചൂസ് എ കെ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എഫ് എൻ കെ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 അതിൻ്റെ കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ. ഇനി എഫ് എൻ മൈനസ് എഫ് അപ്ലൈ ചെയ്താൽ എന്ത് വരും, നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഒരു എഫ് എൻ കെനെ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എൻ കെ പ്ലസ് എഫ് എൻ കെ മൈനസ് എഫ് എന്ന് വരും, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എപ്സിലോൺ എന്ന് പറയും. ഓക്കെ, ഇവിടെ അതുകൊണ്ട് എഫ് എൻ എഫിലോട്ട് കൺവേർജൻ്റ് ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ, എക്സ് ബി എ ലീനിയർ സ്പേസ് നോംഡ് ബൈ നോം. അതായത് എക്സ് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആണിത്. എക്സ് a sequence fn in x is said to be rapidly Cauchy provided there is a rapidly Cauchy എന്ന് പറയുന്ന നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് പറയുന്നത്. provided there is a convergent series for a positive number sigma k equal to 1 to infinity epsilon k for which norm of fk plus 1 minus fk less than or equal to epsilon k square for all k. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് റാപ്പിഡ്ലി കോഷി എന്ന് പറയുക? റാപ്പിഡ്ലി കോഷി എന്ന് പറയണമെങ്കിൽ അടുത്തടുത്ത ടേംസ് എഫ് കെ പ്ലസ് 1ഉം എഫ് കെയും തൊട്ടടുത്ത ടേംസ്, അങ്ങനെയുള്ള രണ്ട് തൊട്ടടുത്ത ടേംസിൻ്റെ നോമ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം നമ്പർ എപ്സിലോൺ കെ സ്ക്വയർ ആയിരിക്കണം. ഓക്കെ, ഓരോന്നിനും നമുക്ക് ഓരോ കേക്ക് ഇപ്പോൾ അതായത് എഫ് ടു മൈനസ് എഫ് വൺ നിൻ്റെ നോമ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എപ്സിലോൺ 1 സ്ക്വയർ. നമ്മൾ സ്ക്വയർ എടുക്കുന്നത് ഇവിടെ റൂട്ട് എടുക്കാതെക്കാനാണ്, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞാലും മതി. അതുപോലെ എഫ് ത്രീ മൈനസ് എഫ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ 2 സ്ക്വയർ അങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ നമ്പറിൻ്റെ അങ്ങനെ ആയിരിക്കണം. കൂടാതെ ഈ കിട്ടിയ നമ്പറിൻ്റെ റൂട്ടിൻ്റെ സീക്വൻസ്, അതായത് എപ്സിലോൺ 1 സ്ക്വയറിൻ്റെ റൂട്ട് പറഞ്ഞാൽ എപ്സിലോൺ കെ. അപ്പം ഈ കിട്ടുന്നതിൻ്റെ കറസ്പോണ്ടിങ് റൂട്ടുകളുടെ സീരീസ് കൺസിഡർ ചെയ്താൽ അത് കൺവേർജൻ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു കൺവേർജൻറ്റ് സീരീസ് എക്സിസ്റ്റ് ചെയ്യും. ആ സീരീസിലെ ടേംസുകളുടെ സ്ക്വയർ ഇതിന് എഫ് കെ പ്ലസ് അടുത്തടുത്ത സക്സസീവ് ടേംസുകൾ അടുത്തടുത്ത ടേംസിൻ്റെ ഡിഫറൻസ് ഇതിൻ്റെ നോമിനേക്കാൾ വലുതായിരിക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീക്വൻസിന് റാപ്പിഡ്ലി കോഷി എന്ന് പറയും. ഓക്കെ, ഇനി നമുക്കിനി വരുന്ന തിയറംസിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. അത് ആ തിയറത്തിൻ്റെ പ്രൂഫുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എഫ് എൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് നോംഡ് ലീനിയർ സ്പേസ്, ദെൻ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് എ കെ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ എഫ് എൻ സീക്വൻസ് ഇൻ എക്സ് ആണ്. അതുപോലെ എ കെ എന്ന് പറയുന്നത് റിയൽ നമ്പറിൻ്റെ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ സീക്വൻസ് ആണ്. നോം ഓഫ് എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കെ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ഫോർ ഓൾ കെ. ഓക്കെ, ഓരോ അടുത്തടുത്ത ടേമുകളും ഒരു എ കെ എന്ന് പറഞ്ഞ സീക്വൻസിൽ 1 ഓരോ ടേംസിനെ കൊണ്ട് ഇങ്ങനെ സക്സീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ കാൾ വലുതാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്നും പറയാൻ പറ്റുന്ന കാര്യം എന്താണ് നോക്കാം. എഫ് എൻ പ്ലസ് കെ
മൈനസ് എഫ് എൻ. ഓക്കെ, ഇതിന് എനിക്ക് സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു എൻ കെ പ്ലസ് വൺ മൈനസ് എൻ എഫ് ജെ പ്ലസ് വൺ മൈനസ് എഫ് ജെ എന്ന് എഴുതാം. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്താ ഇത് വരിക? മോഡിൽ എഫ് എൻ പ്ലസ് ജെ ഈക്വൽ ടു എൻ കൊടുക്കുമ്പം എഫ് എൻ പ്ലസ് വൺ മൈനസ് എഫ് എൻ പ്ലസ് എഫ് എൻ പ്ലസ് ടു മൈനസ് എഫ് എൻ പ്ലസ് വൺ പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ പ്ലസ് കെ മൈനസ് വൺ. അപ്പം ഇത് ക്യാൻസലായിപ്പോവും. ഓരോ ടേംസുകൾ എഫ് എൻ ഇവിടെ ഉണ്ടാവും, സോറി, എഫ് എൻ പ്ലസ് വൺ എഫ് എൻ പ്ലസ് ടു എക്സെട്ര വരും. അപ്പം ആരാ ബാക്കി വരിക? ദാറ്റ് ഈസ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ എന്നുള്ളത് റിമൈൻഡ് ചെയ്യും. അപ്പോൾ എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എന്നിനെ ഇങ്ങനെ സീരീസ് ആയിട്ട് എഴുതും. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ എന്താ? നോം ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എന്നിൻ്റെ നോം വിച്ച് ഈസ് ഇതിനെ നമുക്ക് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എന്നിനെ നമുക്കിങ്ങനെ എഴുതാമെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നോം ഓഫ് സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു എൻ പ്ലസ് കെ മൈനസ് വൺ എഫ് ജെ പ്ലസ് വൺ മൈനസ് എഫ് ജെ എന്ന് എഴുതാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു എൻ കെ പ്ലസ് വൺ എൻ കെ മൈനസ് വൺ എഫ് ജെ പ്ലസ് വൺ മൈനസ് എഫ് ജെ. നമുക്ക് തന്നിട്ടുണ്ട് അടുത്തടുത്ത ടേംസുകളുടെ നോം ഇത് എന്ന് പറയുന്നത് നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കെ ആണ്. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ പ്ലസ് കെ മൈനസ് വൺ എ ജെ. ഇങ്ങനെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് നോൺ നെഗറ്റീവ് സീക്വൻസ് അല്ലേ, അപ്പം സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി വരെ പോകാം. ഇതൊരു ഫൈനൈറ്റ് ടേംസ് ആണ്. അതിലും കൂടുതൽ ബാക്കി ആ ടേംസിൻ്റെ കൂടെ ബാക്കി ഉള്ള ടേംസും കൂടി ആഡ് ചെയ്തും കണ്ട് നമുക്ക് എ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ അടുത്തടുത്ത ടേംസുകൾ എഫ് കെ പ്ലസ് വൺ മൈനസ് എഫ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ കെ ആണെങ്കിൽ നമുക്ക് നോം ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ, അതായത് ഏതെങ്കിലും രണ്ട് ടേംസ് തമ്മിലുള്ള എന്നിന് ശേഷം വരുന്ന ഏത് ടേംസിനെയും നമുക്ക് എൻ പ്ലസ് കെ ഫോമിൽ എഴുതാം. അങ്ങനെ വരുന്ന ഏതെങ്കിലും രണ്ട് ടേംസിലുള്ള ഡിഫറൻസിൻ്റെ നോമിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു വൺ എൻ ടു ഇൻഫിനിറ്റി എ ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കിനി വരുന്ന തിയറത്തിലൊക്കെ യൂസ്ഫുൾ ആവുന്ന റിസൾട്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡും, കാരണം തിയറത്തിൻ്റെ പ്രൂഫുകളിൽ നമുക്ക് ഇടയിൽ ഇത് ചേർത്ത് കൊടുക്കാം ആവശ്യം വരുന്നിടത്ത്. നെക്സ്റ്റ്, പ്രൊപ്പോസിഷൻ 5. X be a normed linear space, then every rapidly Cauchy sequence in X is Cauchy. Furthermore, every Cauchy sequence has rapidly Cauchy subsequence. ഇപ്പോൾ നോംഡ് ലീനിയർ സ്പേസിൽ റാപ്പിഡ്ലി കോഷി സീക്വൻസ് ഒക്കെ എന്തായിരിക്കും? കോഷി ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പറയേണ്ടത്. അപ്പം നമ്മൾ എക്സ് എൻ നോംഡ് ലീനിയർ സ്പേസ് എടുത്തു. എഫ് എൻ എന്ന് പറയുന്നത് റാപ്പിഡ്ലി കോഷി സീക്വൻസ് ഇൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ റാപ്പിഡ്ലി കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്ത് പറയാം? എഫ് എൻ റാപ്പിഡ്ലി കോഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു സീരീസ് എക്സിസ്റ്റ് ചെയ്യും, സിഗ്മ എപ്സിലോൺ കെ, സച്ച് ദാറ്റ് നോം ഓഫ് എഫ് കെ പ്ലസ് വൺ ഇവിടെ ഉണ്ട് എഫ് കെ പ്ലസ് വൺ മൈനസ് എഫ് കെയുടെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ സ്ക്വയർ ആയിരിക്കും. സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എപ്സിലോൺ കെ കൺവേർജൻ്റ് ആയിരിക്കും. അങ്ങനെ റാപ്പിഡ്ലി കോഷിയുടെ ഡെഫിനിഷൻ പ്രകാരം. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? രണ്ട് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം? നോം ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എന്നിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ സ്ക്വയർ എന്ന് പറയും. അവിടുത്തെ എ കെക്ക് പകരം ഇവിടെ ഉള്ളത് എപ്സിലോൺ കെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇത് അനുമാനിക്കാം. ഇനി ഈ സീരീസ് കൺവേർജൻ്റ് ആണ് അല്ലേ? സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എപ്സിലോൺ കെ കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സിഗ്മ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എപ്സിലോൺ കെ സ്ക്വയർ കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റേജിന് ശേഷം, അതായത് ഇതിൻ്റെ ടെയിലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എന്നിന് ശേഷം വരുന്ന ആളുകളെ ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ
അതിൻ്റെ n ടേംസിനെ നമുക്ക് ഏത് എപ്സിലോണിനേക്കാളും ചെറുതാക്കി കൊണ്ടുവരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആക്കി കൊണ്ടുവരാം. ഒരു എന്നിന് ശേഷം അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു n ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു n കണ്ടെത്താൻ പറ്റും. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n സിഗ്മ j ഈക്വൽ ടു n ടു ഇൻഫിനിറ്റി എപ്സിലോൺ j സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പം മോഡുലസ് ഓഫ് fn പ്ലസ് കെ മൈനസ് fn ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഈ n പ്ലസ് കെ എന്ന് പറയുന്നതും അതുപോലെ fn മൈനസ് fm മൈനസ് fn എന്ന് പറയുന്നതും ഓഫ് fn പ്ലസ് കെ മൈനസ് fn എന്ന് പറയുന്നതും വ്യത്യാസമൊന്നുമില്ല. കാരണം m എന്ന് പറയുന്ന ഇൻഡെക്സിന് നമുക്ക് n പ്ലസ് കെ എന്ന് എഴുതാം. എന്താണ് മൈനസ് എന്ന് പറയുന്ന ഡിഫറൻസ് ആയിട്ട് കെ എടുത്താൽ മതി. അപ്പം fn എന്താണ് കോഷിയാണ് എന്ന് കിട്ടും. അപ്പോൾ റാപ്പിഡ്ലി കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കോഷിയാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എവറി കോഷി സീക്വൻസ് ഹാസ് റാപ്പിഡ്ലി കോഷി സബ് സീക്വൻസ്. ഏതൊരു കോഷി സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് റാപ്പിഡ്ലി കോഷി ആവണമെന്നില്ല, പക്ഷേ അതിനൊരു റാപ്പിഡ്ലി കോഷിയായ സബ് സീക്വൻസ് ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ അതാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പം fn കോഷിയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. fn ഈസ് കോഷി. നമുക്ക് ഒരു സബ് സീക്വൻസ് കിട്ടണം. ചൂസ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ nk for which fnk plus 1 minus fnk less than or equal to 1/2 whole raised to k. ഇത് നമുക്ക് പോസിബിൾ ആണ്, കാരണം ഇത് കോഷി സീക്വൻസ് ആണ്. അപ്പോൾ കോഷി സീക്വൻസ് ആയതുകൊണ്ട് ഏത് രണ്ട് ടേംസുകളുടെയും ഡിഫറൻസ് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആക്കി മാറ്റാം. അപ്പോൾ എപ്സിലോണിന് പകരം ഇവിടെ 1/2 raised to k ആണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ ഇപ്പോൾ 1/2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ടേം കിട്ടും fm മൈനസ് fn എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്. അപ്പോൾ ഈ എമ്മും എന്നും എല്ലാ ടേമും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് കറസ്പോണ്ടിങ് fnk പ്ലസ് 1ഉം fnഉം തമ്മിലുള്ള ഡിഫറൻസ് fnkയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആവുന്ന രീതിയിൽ nkനെ ചൂസ് ചെയ്തു. അപ്പോൾ ഒരു ആളെ കിട്ടും. അയാളുടെ ഇൻഡെക്സ് ആയിട്ട് ഞാൻ nkനെ എടുത്തു. ഓക്കെ, nk പ്ലസ് 1 ആയിട്ട്. അപ്പോൾ ആ ഇൻഡെക്സിനെ ഞാൻ ഫസ്റ്റത്തെ ഇൻഡെക്സ് ആയിട്ട് എടുത്തു. ഇനി 1/2 സ്ക്വയർ എടുത്തു. അപ്പം ഇതുപോലെ കിട്ടുന്ന nk ഉണ്ടാവും. അപ്പോൾ അയാളെ ഞാൻ രണ്ടാമത്തെ ആളായിട്ട് എടുത്തു. അതിന് കറസ്പോണ്ടിങ് അപ്പോൾ അങ്ങനെ എനിക്ക് fn1 fn2 fn3 എന്ന് പറയുന്ന ഒരു സബ് സീക്വൻസ് കിട്ടും. ദാറ്റ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഇനി സിഗ്മ 1/2 റീസ്റ്റ് അപ്പോൾ എന്തായി? അടുത്തടുത്ത ടേമുകൾ. അപ്പോൾ ഈ കൺസിഡർ ചെയ്ത സീക്വൻസ്, അതായത് നമുക്ക് തന്നിരിക്കുന്നത് കോഷിയാണ്. അപ്പോൾ fm മൈനസ് fn ലെസ് ദാൻ എപ്സിലോൺ ആണ് ഏത് ടേമിനും എന്ന് പറയാം. അപ്പോൾ ഞാൻ എപ്സിലോണ് 1/2 എടുക്കുമ്പം എനിക്ക് ഇതേമാതിരി അടുത്തടുത്ത ടേമുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഏത് ടേംസിനും ഇത് ബാധകമായിരുന്നു. അപ്പോൾ അടുത്തടുത്ത ടേമിൻ്റെ ഡിഫറൻസ് നമുക്കൊരു സ്റ്റേജിന് ശേഷം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇത് കിട്ടും. അപ്പോൾ ആ സ്റ്റേജിന് ശേഷം വരുന്ന ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത ടേം നമ്മൾ എടുക്കുന്നു. അപ്പോൾ nk പ്ലസ് 1ഉം nkയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1/2 ആവുന്ന. അപ്പോൾ അതെടുത്തു. ഇനി അടുത്തത് ഞാൻ 1/2 സ്ക്വയർ ആവുന്ന രീതിയിലെടുത്തു. അങ്ങനെ ഇതിന് ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സീക്വൻസ് കിട്ടും, സബ് സീക്വൻസ് കിട്ടും. ആ സബ് സീക്വൻസിൻ്റെ അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1/2 raised to k ആണ്. ഇനി അപ്പോൾ എന്താ അടുത്തടുത്ത ഇനി എനിക്കൊരു സീരീസ് അവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് റാപ്പിഡ്ലി കോഷിയാണ്. ഇങ്ങനെ ചൂസ് ചെയ്യുന്ന റാപ്പിഡ്ലി കോഷിയാണെന്ന് പറയണം. അപ്പോൾ ഞാനിതിന് 1/2 raised to k ആണ് പറഞ്ഞത്, ലെസ് ദാൻ, അതായത് എപ്സിലോൺ കെ സ്ക്വയറിന് സമാനമായിട്ട്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എന്താ 1/√2 സിഗ്മ 1/√2 ഹോൾ റേസ് ടു കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്, അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ എന്ത് കിട്ടി? ഈ fnk കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു സീരീസ് കിട്ടും. അപ്പം ഈ സീക്വൻസ് റാപ്പിഡ്ലി കോഷിയാണ് എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഇറ്റ്സ് റാപ്പിഡ്ലി കോഷി. നെക്സ്റ്റ് തിയറം 6. Let E be a measurable set and 1 less than or equal to p less than or equal to infinity. Then
let E be a measurable set 1 less than or equal to p less than or equal to infinity, then every rapidly Cauchy sequence in LP of E converges both with respect to LP of E norm and point-wise almost everywhere on E to a function LP of E. ഇപ്പം എന്താ പറയുന്നത്, ഇ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ അങ്ങനെയാണ് എവറി റാപ്പിഡ്ലി കോഷി സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ നമ്മൾ കൺസിഡർ ചെയ്താലും വിത്ത് കൺവേർജസ് ബോത്ത് വിത്ത് റെസ്പെക്ട് ടു എൽ പി ഓഫ് ഇ. അതെന്ത് ചെയ്യും, ഏത് റാപ്പിഡ് കോഷി സീക്വൻസ് എൽ പി ഓഫ് ഇയിലുള്ളതാണെങ്കിലും അത് കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, എൽ പി ഓഫ് ഇയിലെ നോം പ്രകാരം. കൂടാതെ പോയിന്റ് വൈസ് കൺവേർജൻറ്റും കൂടി ആയിരിക്കും എൽ പി ഓഫ് ഇയിൽ. അപ്പോൾ പി ഈക്വൽ ടു ഇൻഫിനിറ്റിയിലുള്ളത് ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കി പറയാം. അസ്യൂം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി. ലെറ്റ് എഫ് എൻ ബി എ റാപ്പിഡ്ലി കൺവേർജൻറ്റ് sequence in LP of E. Sequence Fn rapidly Cauchy ആണ്. ഇനി നമുക്കത് അപ്പം എന്തായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, there exists a series sigma k equal to 1 to infinity epsilon k which is convergent ആയിരിക്കും. കൂടാതെ norm of fk plus 1 minus fk less than or equal to epsilon square. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് കെ ഇൻ്റഗ്രൽ ഓവർ ഇ ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നോമിൻ്റെ ഡെഫിനിഷൻ, നോം പിയുടെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ. എന്താ, ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി ലെസ് ദാൻ എപ്സിലോൺ കെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ മോഡുലസ് ഓഫ് എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ ഹോൾ റേസ് ടു പി ലെസ് ദാൻ എപ്സിലോൺ കെ സ്ക്വയർ ഹോൾ റേസ് ടു പി, ദാറ്റ് ഈസ് ഹോൾ റേസ് ടു 2p എന്ന് എഴുതാം ഫോർ ഓൾ കെ. നൗ ഫിക്സ് എ നാച്ചുറൽ നമ്പർ k. Since for x belongs to E, fk plus 1 of x minus fk of x greater than or equal to epsilon k, if and only if fk plus 1 of x minus fk of x whole raised to p greater than or equal to epsilon k whole raised to p. Okay, fk plus 1 of x minus fk of x greater than or equal to epsilon k ആവുമ്പോഴാണ് അതിൻ്റെ പവർ ഗ്രേറ്റർ than or equal to epsilon raised to k, അത് ട്രിവിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് എക്സ് ഇൻ ഇ സച്ച് ദാറ്റ് എഫ് കെ പ്ലസ് 1 ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെനെ നമുക്ക് മെഷർ ഓഫ് എക്സ് ഇൻ ഇ സച്ച് ദാറ്റ് എഫ് കെ പ്ലസ് 1 ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ഹോൾ റേസ് ടു പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ റേസ് ടു പി എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് ഷെബിഷെഫ്സ് ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്താവും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ കെ റേസ് ടു പി ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ ഹോൾ റേസ് ടു പി എന്ന് പറയാം. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് കെ പ്ലസ് 1 മൈനസ് എഫ് കെ ഹോൾ റേസ് ടു പി എന്താ, എപ്സിലോൺ കെ റേസ് ടു 2p. അപ്പോൾ എപ്സിലോൺ കെ റേസ് ടു 2p ഡിവൈഡഡ് ബൈ എപ്സിലോൺ കെ റേസ് ടു പി ചെയ്യുമ്പം ബാക്കി എന്ത് വരും, എപ്സിലോൺ കെ റേസ് ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ റേസ് ടു പി. Since p greater than the series sigma k equal to 1 to infinity epsilon k raised to p convergence. കാരണം p greater than or equal to 1 ആണ്, അപ്പം ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ദെൻ ബോറൽ കാൻഡിലി ലെമ്മ ടെൽസ് us that, അപ്പം ഇങ്ങനെ ഒരു സീരീസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ ബോറൽ കാൻഡിലി ലെമ്മ എന്താ നമ്മളോട് പറഞ്ഞത്, there exists a E naught subset of E has measure 0 and for each x belongs to E minus E naught and there is an index k of x such that fk plus 1 of x minus fk of x less than epsilon k for all k greater than or equal to k of x. ബൈ ബോറൽ കാൻഡിലി ലെമ്മ നമുക്കത് പറയാൻ പറ്റും. നൗ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഇ നോട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് എൻ കെ എൻ പ്ലസ് കെ ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിഗ്മ ജെ ഈക്വൽ ടു എൻ കെ പ്ലസ് 1 എൻ കെ പ്ലസ് മൈനസ് 1 എഫ് ജെ പ്ലസ് 1 ഓഫ് എക്സ് മൈനസ് എഫ് ജി ഓഫ് എക്സ്. ആ റിസൾട്ട് നമ്മൾ കാണിച്ചില്ലായിരുന്നു. അത് പ്രകാരം ജെ ഈക്വൽ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ എന്ന് പറയാം. കാരണം
എഫ് കെ പ്ലസ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ കെ ആണ് ബോറൽ കാൻഡിലെ ലമ്മയുടെ ഈ റിസൾട്ട്. അവിടെ നമ്മൾ ആ റിസൾട്ട് നേരത്തെ പ്രൂവ് ചെയ്ത ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്സിലോൺ കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ എഫ് എൻ പ്ലസ് കെ ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ എന്ന് കിട്ടും. The series sigma j equal to 1 to infinity epsilon j converges. Therefore, the sequence of real number fk of x ഇത് കോഷി ആയിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റേജിന് ശേഷം ഇതിനെ നമുക്ക് ഏതൊരു എപ്സിലോണിനേക്കാളും നമ്മൾ എടുക്കുന്ന എപ്സിലോണിനേക്കാൾ ചെറുതാക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റേജിന് ശേഷം പറയാൻ പറ്റും. സോ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോഷി. അപ്പോൾ എന്ത് കിട്ടി? ഇത് കോഷി റാപ്പിഡ്ലി കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ എടുത്തു അല്ലേ? റാപ്പിഡ്ലി കോഷി സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ എടുത്തു. അത് കോഷിയാണ് എന്ന് കിട്ടി. കോഷിയാണ്. ഇത് കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? എഫ് കെ ഓഫ് എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ സീക്വൻസ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിലെ കോഷി സീക്വൻസ് എല്ലാം കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. നൗ ഡിനോട്ട് ദ ലിമിറ്റ് ഓഫ് എഫ് കെ ഓഫ് എക്സ് ബൈ എഫ് ഓഫ് എക്സ്. എഫ് കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഫോളോസ് ഏതാ നമ്മളിപ്പം പറയുന്നത് എഫ് കെ ഓഫ് എക്സ് കൺവേർജൻ്റ് ആണ്. എക്സിന് ഈ എടുത്ത എഫ് കെ ഓഫ് എക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എഫ് കെ ഓഫ് എക്സ് കോഷിയാണ്, എഫ് കെ ഓഫ് എക്സ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ ആ എഫ് കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റായിട്ട് എഫ് ഓഫ് എക്സിനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ റേസ് ടു പിനെ നമുക്ക് എന്ത് പറയാം? സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ സ്ക്വയർ ഹോൾ റേസ് ടു പി. ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ ആണ്. ഇവിടെ ഹോൾ റേസ് ടു പി എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ എപ്സിലോൺ കെ റേസ് ടു പി എന്ന് വരും അല്ലേ? എഫ് കെ പ്ലസ് വൺ ഓഫ് എക്സ് മൈനസ് എഫ് കെ ഓഫ് എക്സ് ഹോൾ റേസ് ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ റേസ് ടു പി എന്ന് വരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇവിടുന്ന് എഫ് കെ പ്ലസ് വൺ ഓഫ് പി എഫ് കെ ഓഫ് പി ലെസ് ദാൻ, അതായത് ഇൻ്റഗ്രൽ ഓവർ എഫ് കെ പ്ലസ് വൺ ഓഫ് മൈനസ് എഫ് കെ ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കെ റേസ് ടു എഫ് കെ പ്ലസ് വൺ മൈനസ് എഫ് കെ ഓഫ് പി നോമ് ലെസ് ദാൻ എപ്സിലോൺ കെ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? ഇതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ that is fn plus k minus fn whole raised to p less than epsilon sigma epsilon k epsilon j square എന്ന് കിട്ടും. ഒന്നുകൂടിയും പറയാം. നോം ഓഫ് അല്ലേ എഫ് കെ പ്ലസ് വൺ മൈനസ് എഫ് കെ ലെസ് ദാൻ എപ്സിലോൺ കെ സ്ക്വയർ അല്ലേ? norm of fn plus k minus fk less raised to p less than epsilon k square ആണ്. സോ നമുക്കത് fn plus 1 അപ്പോൾ എഫ് കെ പ്ലസ് വൺ മൈനസ് എഫ് കെ ഇത് നമുക്ക് എന്ത് പറയാം? നോം ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ കെ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു എൻ എപ്സിലോൺ ജെ സ്ക്വയർ എന്ന് പറയാം. ഇതിൻ്റെ നോമിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇനി ഇൻ്റഗ്രൽ ഓവർ ഈ മോഡുലസ് ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ ഹോൾ റേസ് ടു പി ഹോൾ റേസ് ടു 1 ബൈ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ ജെ സ്ക്വയർ. അപ്പം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ റേസ് ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എപ്സിലോൺ ജെ സ്ക്വയർ ഹോൾ റേസ് ടു പി എന്ന് നമുക്ക് പറയാം ഫോർ ഓൾ ആൻഡ് കെ. ഓക്കെ, സിൻസ് എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ഓൺ ഇ ആൻഡ് ടേക്ക് ദ ലിമിറ്റ് ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. എഫ് എൻ എഫിലോട്ട്
ഓൾമോസ്റ്റ് എവറിവർ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടേക്ക് ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ബൈ ഫാറ്റ്യൂസ് ലെമ്മ ഇൻ്റഗ്രൽ ഓവർ മോഡുലസ് ഓഫ് എഫ് മൈനസ് എഫ് എൻ റെസ് ടു പി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് ഇൻഫിമം ആയിരുന്നു, ഇൻ്റഗ്രൽ ഓവർ മോഡുലസ് ഓഫ് എഫ് എൻ പ്ലസ് കെ മൈനസ് എഫ് എൻ, അതായത് എഫ് എൻ പ്ലസ് എഫ് എൻ കൺവേർജസ്റ്റ് ആണ്, അപ്പോൾ എഫ് എൻ പ്ലസ് കെയും കൺവേർജസ് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നമുക്കെന്ത് പറയാം? ഇതാണെന്ന് പറയാം. അപ്പം എഫ് എൻ പ്ലസ് കെ കൺവേർജസ് ടു എഫ് ആണ്. അപ്പം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ സ്ക്വയർ ഹോൾ റെസ്റ്റ് ടു പി. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, അതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്ത് പറയാം? ഫാറ്റ്യൂസ് ലെമ്മ പ്രകാരം ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ് എൻ മൈനസ് എഫ് മൈനസ് എഫ് എൻ റെസ്റ്റ് ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ജെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി എപ്സിലോൺ ജെ സ്ക്വയർ ഹോൾ റെസ്റ്റ് ടു പി എന്ന് പറയാം. Since the series sigma k equal to 1 to infinity epsilon k square convergent, f belongs to LP of E. അല്ലേ? അപ്പം ഇൻ്റഗ്രൽ ഓവർ മോഡ് എഫ് എൻ മൈനസ് എഫ് ഇത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് മൈനസ് എഫ് എൻ ബിലോങ്സ് ടു എൽ പി ആണ്. അതിൽ എഫ് എൻ എൽ പി ആണ്, സോ എഫ് എൽ പി ആണ്. അത് വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ബിലോങ്സ് ടു എൽ പി ഓഫ് ഇ ആയിരിക്കും. ആൻഡ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ എൽ പി ഓഫ് ഇ. എഫ് എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. എഫ് എൽ പി ഓഫ് ഇയിലുണ്ട്, അതുകൊണ്ട് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ എൽ പി ഓഫ് ഇ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യം ഇത് റാപ്പിഡ്ലി കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ ആയി അസ്യൂം. എഫ് എൻ ബി എ റാപ്പിഡ്ലി കൺവേർജൻറ്റ് സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ, അതായത് കോഷി സീക്വൻസ്, എവറി റാപ്പിഡ്ലി കോഷി സീക്വൻസ് ആയിട്ട് നമ്മൾ എഫ് എന്നിനെ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റി? അത് കോഷി സീക്വൻസ് ആണെന്ന് ഇവിടെ നിന്ന് തന്നെ പറയാൻ പറ്റി. ദ സീക്വൻസ് എഫ് എൻ ദെൻ എവറി റാപ്പിഡ്ലി കോഷി സീക്വൻസ് ഇൻ എൽ പി ഓഫ് ഇ കൺവേർജസ് ആണെന്ന് പറഞ്ഞു. ഇനി ആ കൺവേർജ് ചെയ്തിട്ടുള്ള ലിമിറ്റിനെ നമ്മൾ എഫ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അത് എൽ പി ഓഫ് ഇയിലുണ്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.